ഒടുവിൽ ഞാൻ എന്റെ ആദ്യ പടത്തിന്റെ കഥ കണ്ടെത്തി. ഒരു പൊളി വൈൽഡ് സാധനം. വേണ്ട, കേൾക്കാൻ താല്പര്യമില്ല. ഓരോരോ കോപ്പിയുടെ ഇറങ്ങിയാണ്. എന്റെ വയലിൽ സാധനം പറയട്ടെ. അപ്പോകലിപ്റ്റോ അല്ലല്ലോ അല്ലേ? സിമ്പിൾ സാധനം. വന്യജീവികളുടെ ആക്രമണം നിറഞ്ഞ ഒരു ഒറ്റപ്പെട്ട ഫോറസ്റ്റ് മേഖല. ആ ഫോറസ്റ്റിലെ ഗാർഡിനെ ആ കാട്ടിലെ കൊടും ഭീകരനായ ഒരു ആന ചവിട്ടി കൊന്നതിനെ തുടർന്ന് ആ കാട്ടിലെ പുതിയ ഗാർഡായിട്ട് ചുമത്തി നമ്മുടെ കഥാനായകൻ. എങ്ങനെയുണ്ട് തുടക്കം? പിന്നെ ഒരു പ്രത്യേകത കൂടി ഈ സിനിമയിൽ തുടക്കം മുതൽ ഒടുക്കം വരെ ആ കാടും വന്യമൃഗങ്ങളും പിന്നെ നമ്മുടെ കഥാനായകൻ കലാഭവൻമണിയൊന്നുമല്ല. കലാഭവൻമണിയില്ല, ടൊവിനോ അല്ല, ആസിഫലി. കലാഭവൻമണി മരിച്ചു പോയല്ലോ. മരിക്കുന്നതിന് മുന്നേ കലാഭവൻ ഈ സിനിമ അഭിനയിച്ചത്. അതപ്പോ ഞാൻ 2009 അക്കിയൻ ഡയറക്ട് ചെയ്ത ഗാർഡ് എന്ന് പറഞ്ഞ സിനിമയിൽ ഇങ്ങനെ തന്നെയാണ് കഥ. ചെറിയ മിസ്റ്ററി ഒക്കെ നിലനിർത്തി ഫൺ മോഡിലാണ് കഥ പോകുന്നത് മാത്രം. ഈ ഒരു പടം അല്ലെങ്കിൽ ഒരു മസ്റ്റ് വാച്ച് മൂവിയാണ്. മസ്റ്റ് വാച്ച് എന്ന് പറയാൻ കാരണം കലാഭവനിക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന പുള്ളിയുടെ ഒരു സ്വദേശിതമായിട്ടുള്ള കുറച്ച് പെർഫോമൻസ് ഉണ്ടല്ലോ, അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. കലാഭവനി ആ കുരങ്ങനെ തമ്മിലുള്ള കോമഡി സീനൊക്കെ എന്താ അടിപൊളിയല്ലേ? നിങ്ങൾ പറയുന്നത് കോമഡി മിസ്റ്ററി മൂവി അല്ലേ? ഞാൻ പ്ലാൻ ചെയ്യുന്നത് സർവൈവൽ മിസ്റ്ററി ത്രില്ലറാണ്. നീ കൂടുതൽ കൊണയൊന്നും അടിക്കണ്ട, കാരണം കോപ്പി അടിക്കുമ്പോഴേ ആരും മൊത്തമായിട്ട് കോപ്പി അടിക്കാറില്ല. എന്തായാലും ഗാർഡ് കലാഭവനിയുടെ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു പടമാണ്. അത് സത്യമാണ്. കാരണം നമ്മൾ ഇതുവരെ കണ്ടും അടുത്ത സിനിമ തന്നെ ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണെന്നുണ്ടെങ്കിൽ ഗാർഡ് നല്ലൊരു ഓപ്ഷനാണ്. എനിക്ക് എന്റെ കയ്യിൽ ഒരു കള്ളന്റെ കഥയുണ്ട്, പറയട്ടെ. സിനിമയുടെ പേര് താടി മാറുക.